ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ക്രൂരമായ ആ കൊലപാതക പരമ്പര നടന്നിട്ട് ഇന്ന് 1 മാസം പൂർത്തിയാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന കൂട്ടക്കൊല. 23 വയസ്സുകാരനായ അഫാൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ പെറ്റുമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തൻ്റെ പിതാവിൻ്റെ ഉമ്മയെയും പിതാവിൻ്റെ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും തൻ്റെ കുഞ്ഞനുജനെയും തൻ്റെ കാമുകിയെയും മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് 1 മാസം പിന്നിടുകയാണ്. ഈ കേസിൻ്റെ നാൾവഴികളും കേസ് അന്വേഷണത്തിൻ്റെ വിശദ വിവരങ്ങളും അല്ല ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മറിച്ച് ഈ ദുരന്ത കഥാപാത്രങ്ങളിൽ 2 പേർ ഇന്ന് പരസ്പരം നേരിൽ കണ്ടുമുട്ടിയ കഥ വിവരിക്കുകയാണ്. ആ ദുരന്ത കഥ സംഭവമാക്കി മാറ്റിയ അഫാൻ എന്ന ചെറുപ്പക്കാരനും ആ മകൻ്റെ പിതാവാകാൻ നിർഭാഗ്യം സിദ്ധിച്ച റഹീം എന്ന പിതാവുമാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഒരുമിച്ച് കണ്ടത്. ഇവരെ ഒരുമിച്ച് കാണിക്കുന്നതിന് വേണ്ടി അല്ല പോലീസ് ഇവരെ തമ്മിൽ ഒരുമിച്ചിരുത്തിയത്. മറിച്ച് ഈ കേസന്വേഷണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇനിയും ചിലതുകൂടി പോലീസിന് ചികഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് ഈ കുടുംബത്തിനുണ്ട് എന്ന് പറയുന്ന 65 ലക്ഷം രൂപയുടെ കടത്തിൻ്റെ യാഥാർത്ഥ്യം. ഇത് എങ്ങനെയാണ് ഈ കടം ഉണ്ടായത് എന്ന് അറിയാതെ കൈമലർത്തുകയായിരുന്നു ഗൾഫ് പ്രവാസിയായ ശ്രീ റഹീം. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ കടബാധ്യതയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഭാര്യ ഷെമിയോ മകൻ അഫാനോ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. 15 ലക്ഷം രൂപയുടെ കടം മാത്രമാണ് തനിക്ക് ഗൾഫിലുള്ളത് എന്ന് റഹീം തുടക്കം മുതലേ പറഞ്ഞിരുന്നു. നാട്ടിലുള്ള ഈ 65 ലക്ഷം രൂപയുടെ കടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വാസ്തവവും അറിയില്ലായിരുന്നു. ഇതിലെ പ്രതികളെല്ലാം തന്നെ തുടക്കം മുതലേ ഇതിലെ പ്രതികൾ എന്ന് പറയുന്നത് അഫാൻ തുടക്കം മുതലേ കടബാധ്യതയെക്കുറിച്ച് തന്നെയാണ് ആണയിട്ട് പറയുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ചെലവ്, ഈ കടബാധ്യത എങ്ങനെ വന്നു എന്ന് ആ പിതാവിന് ഇതുവരെയും വ്യക്തമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ പിതാവിനെയും മകനെയും ഒരുമിച്ചിരുത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ നിന്നും ഈ പിതാവിന് യാഥാർത്ഥ്യങ്ങൾ പണസംബന്ധമായ കാര്യങ്ങളിൽ അറിയില്ലെന്നുള്ളത് പോലീസിനും ബോധ്യപ്പെട്ടത്. മകനെ കണ്ടപ്പോൾ ആ നിർഭാഗ്യവാനായ പിതാവ് ചോദിച്ച്, എന്തിനാടാ നീ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നാണ് കണ്ടയുടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകനോട് ആ പിതാവ് ചോദിച്ചത്. ഞാൻ ചെയ്തു പോയി, പക്ഷേ ഞാൻ ചെയ്തത് എൻ്റെ ഉമ്മയും എൻ്റെ കുഞ്ഞനുജനും മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷ യാചിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. അത്രത്തോളം സാമ്പത്തിക ബാധ്യത നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ബാപ്പയ്ക്ക് ഇതൊന്നും അറിയില്ല, ബാപ്പ അറിയാതെ ഉണ്ടായ ബാധ്യതകൾ തന്നെയാണ് എന്ന് അഫാൻ പറയുകയാണുണ്ടായത്. അന്നത്തെ സംഭവം അഫാൻ വിവരിച്ചതുപോലും അവരുടെ കടത്തിൻ്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന് നമ്മളോട് പറയും. അന്ന് 50,000 രൂപ കടം വാങ്ങിയ ഒരാളിന് തിരിച്ചു കൊടുക്കേണ്ട ദിവസമായിരുന്നു. ആ 50,000 രൂപ വാങ്ങാൻ ആ കടം നൽകിയ വ്യക്തി വരും. അങ്ങനെ അയാൾ വരുമ്പോൾ അയാൾ ഈ കൊലപാതകം നടത്താൻ
തുനിയുന്ന തന്നെ തടസ്സപ്പെടുത്തിയാൽ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ മുളകുപൊടി പോലും അഫാൻ വാങ്ങി സൂക്ഷിച്ചു വച്ചിരുന്നു. ഈ 50,000 രൂപ ഈ മനുഷ്യന് ആ ദിവസം കൊടുക്കാൻ ഈ കുടുംബത്തിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം ആ ദിവസം നടന്നു എന്ന് വരില്ല. അതിനു വേണ്ടിയാണ് ആ കൊലപാതകം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഉമ്മയും മകനും കൂടി ഉമ്മയുടെ അനുജത്തിയുടെ വീട്ടിലേക്ക് 50,000 രൂപ ചോദിച്ചു പോയത്. അങ്ങനെ അത് ചോദിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള പണം പോലും ഈ കുടുംബത്തിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. 200 രൂപ കാമുകി ആയ ഫർസാനയുടെ കയ്യിൽ നിന്നാണ് തലേന്ന് ഈ അഫാൻ എന്ന് പറയുന്ന കാമുകൻ വാങ്ങിയത്. ആ 200 രൂപയിൽ 100 രൂപ കൊടുത്ത് അയാൾ ബൈക്കിന് പെട്രോൾ അടിച്ചു. ഈ തുക ചോദിക്കാൻ പോയപ്പോൾ ഉമ്മയും മകനും കൂടി ബാക്കി ഉണ്ടായിരുന്ന 100 രൂപയ്ക്ക് അവിടെയുള്ള ഒരു സാധാരണ ഒരു തട്ടുകട പോലുള്ള ചെറിയ ചായക്കടയിൽ കയറി ദോശയും ചായയും വാങ്ങി കുടിച്ചു. പിന്നീട് അതും കൂടി കഴിഞ്ഞപ്പോൾ ചില്ലറ നാണയങ്ങൾ അല്ലാതെ ഉമ്മയുടെയോ മകൻ്റെയോ കയ്യിൽ മറ്റൊരു തുകയും ഇല്ലായിരുന്നു. ഈ ഒഴിഞ്ഞ പേഴ്സുമായിട്ടാണ് അവർ ഉമ്മയുടെ അനുജത്തിയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതും 50,000 രൂപ ചോദിക്കുന്നതും. പക്ഷേ ആ സ്ത്രീ ഉമ്മയെയും മകനെയും അവഹേളിച്ചു വിടുകയും പണം 1 രൂപ പോലും കൊടുക്കില്ലെന്ന് തീർത്തു പറയുകയും ചെയ്തു. അതിന് കാരണം മുമ്പ് അവർ നൽകിയ പണം കൃത്യമായും തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണെന്ന് പോലീസിനോട് അവർ പറയുകയുണ്ടായി. എന്നാൽ അവരിൽ നിന്നും വാങ്ങിയ 5 ലക്ഷം രൂപയ്ക്ക് പകരം 10 ലക്ഷം രൂപയോളം അവർക്ക് പലിശ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അഫാൻ പലവട്ടം പോലീസിനോട് മൊഴി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അവിടെ വച്ച് ഇങ്ങനെ അപമാനിച്ചു വിട്ടതിൻ്റെ സങ്കടം, പണം കിട്ടാത്തതിൻ്റേതായ വേദന, ഇതെല്ലാം അഫാനെയും ഉമ്മയെയും വല്ലാതെ തളർത്തിയിരുന്നു. പിറ്റേന്ന് ഈ കൊലപാതകം നടക്കുന്ന ദിവസം വീണ്ടും അഫാൻ്റെ മാതാവ് ഈ സ്ത്രീയെ വിളിച്ച് 10,000 രൂപയെങ്കിലും തരാമോ എന്ന് ചോദിച്ചതാണ്. പക്ഷേ ആ സ്ത്രീ ഇല്ലെന്ന് പറഞ്ഞ് മറ്റൊന്നും പറയാതെ വളരെ രോഷത്തോടുകൂടി ആ മൊബൈൽ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് തൊട്ട് വീടിൻ്റെ താഴെ റോഡ് കടന്ന് താഴെയുള്ള ഒരു വീട്ടിലേക്ക് പോയി അഫാൻ്റെ മാതാവ് ഷെമി 2,000 രൂപ കടം ചോദിച്ചു. ആ ദിവസം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വരുന്ന കടക്കാരന് അല്പം തുകയെങ്കിലും കൊടുത്ത് സമാധാനിപ്പിച്ച് വിടാനോ വേണ്ടി ആയിരിക്കാം. പക്ഷേ അവരും അന്ന് കൈവശം പണമില്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതിനു മുമ്പ് പലവട്ടവും ഷെമി അവരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൃത്യമായി തന്നെ ഷെമി തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഒരിടത്തു നിന്നും പണം കിട്ടിയില്ല എന്ന് മാതാവ് കൈമലർത്തിയതോടു കൂടിയാണ് ഈ അഫാൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് വേണം മനസ്സിലാക്കാൻ. നിൽക്കക്കള്ളിയില്ലാതെ 1 രൂപ പോലും ആ വീട്ടിൽ ഇല്ലാത്ത സാഹചര്യവും അന്ന് കടക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന ഭീതിയും ഉണ്ടായതോടുകൂടി ഈ അഫാൻ എന്ന ചെറുപ്പക്കാരൻ എല്ലാം വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ഉമ്മയുമായിട്ട് ആ ദിവസം പകൽ തന്നെ വഴക്കുണ്ടാവുകയും ഉമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമം നടത്തുകയും ചെയ്തു. പിന്നെയാണ് അയാൾ ആ ബൈക്ക്, അവശേഷിക്കുന്ന പെട്രോൾ ആ ബൈക്കിലുണ്ടായിരുന്നു. 100 രൂപയ്ക്ക് അടിച്ച പെട്രോളിൻ്റെ ബാക്കി ആ ബൈക്കിലുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ച് അയാൾ ഈ വാപ്പയുടെ മാതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത്. അവരുടെ കഴുത്തിൽ കിടന്ന മാല കിട്ടുമെങ്കിൽ അത് വാങ്ങി ഈ എങ്ങനെയെങ്കിലും ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നായിരുന്നു അയാൾ ധരിച്ചത്.
അവരും ഈ മാല മുമ്പ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്നതുപോലെ ഇപ്പോൾ അന്നത്തെ കൊലപാതകം നടക്കുന്ന ദിവസം ചോദിച്ചപ്പോഴും അവർ കൊടുത്തില്ല. എൻ്റെ മയ്യത്ത് ചിലവിന് വേണ്ടിയുള്ളതാണ്, നീ എത്ര ചോദിച്ചാലും തരില്ലെന്ന് പറഞ്ഞ് ആ ഉമ്മയും അഫാനെ അപ്പോൾ തന്നെ മടക്കി വിടാൻ തുനിഞ്ഞതാണ്. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചു പോയ അഫാൻ അവരെ അപ്പോൾ തന്നെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. അത് ചുമരിലേക്ക് അടിച്ചുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. തുടർന്ന് ആ മാല പൊട്ടിച്ചുകൊണ്ട് പോയാണ് അത് പണയം വച്ച് തുക സംഘടിപ്പിച്ച് അയാൾ ബാക്കി ചുറ്റിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിയതും കുഴിമന്തിക്ക് അനിയന് പണം കൊടുത്തതും അതുപോലെ ഈ ചുറ്റിക സൂക്ഷിക്കാനുള്ള ബാക്കപ്പ് ബാഗ് വാങ്ങിയതും അയാൾ മദ്യപിച്ചതും അനുജൻ്റെ ശവശരീരത്തിന് ചുറ്റും കൊലപ്പെടുത്തിയതിനു ശേഷം നോട്ടുകൾ വാരി വിതറിയതും ഒക്കെ ആ സ്വർണ്ണ ആഭരണം പണയം വച്ച് കിട്ടിയ തുക ഉപയോഗിച്ചിട്ടാണ്. അന്ന് വന്ന് ഭീഷണിപ്പെടുത്തും എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് കുറേ തുക അയച്ചു കൊടുക്കാനും അഫാൻ മറന്നില്ല. അങ്ങനെ ആ സമ്മർദ്ദങ്ങളെല്ലാം കൂടി ചേർന്നാണ് അഫാൻ അന്ന് ആ നിഷ്ഠൂര കൊലപാതകത്തിലേക്ക് പോയത്. ഇതിൽ അഫാന് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പിതാവിൻ്റെ മുമ്പിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ ഉമ്മയെ കാണണം എന്ന് അയാൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ മകനോട് നീ എന്തിനിത് ചെയ്തടാ എന്ന് ചോദിച്ച് വളരെ രോഷത്തോടു കൂടിയാണ് പിതാവ് പെരുമാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അപ്പോഴൊന്നും തന്നെ റഹീമിൻ്റെ മനസ്സ് അലിഞ്ഞിട്ടില്ല എന്ന് തന്നെ കരുതണം. കാരണം മകനോട് പൊറുക്കാൻ ആ പിതാവിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുമെന്നും തോന്നുന്നില്ല. ഈ അഫാൻ എന്ന ചെറുപ്പക്കാരൻ എന്തെല്ലാം കുമ്പസരിച്ചാലും ശരി, അയാൾക്കിനി മാനസാന്തരം ഉണ്ടായാലും ശരി, അയാളുടെ കൊലയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെ ആയാലും ശരി, അയാൾ വൈരാഗ്യബുദ്ധിയോടുകൂടി കൊന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കി നിരപരാധികളായ 2 പേരെ അയാൾ കൊലയ്ക്ക് കൊടുത്തു. ഒന്ന്, അയാളെ വളരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രണയിച്ച അയാളുടെ കാമുകിയായ ഫർസാനെയും അയാളുടെ കുഞ്ഞനുജനായ അഫ്സാനും. ഇന്ന് പിതാവിനോട് പറയുന്നത് അവർ ഉമ്മയും അനുജനും ഭിക്ഷയാചിച്ച് നടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ എല്ലാം വകവരുത്തിയത് എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അവിടെ ഒന്നും ഒതുങ്ങുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞിട്ടും വെഞ്ഞാറുമൂട് കൊലപാതകം ഇപ്പോഴും കേരളത്തിലെ മനസ്സാക്ഷിയുടെ നൊമ്പരമായി തന്നെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ക്രിമിനൽ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രകട ദുരന്തങ്ങളിൽ ഒന്നായി തന്നെ ഇത് അടയാളപ്പെടുത്തി കഴിഞ്ഞു. കാരണം മുമ്പൊരിക്കലും ഇത്ര ഹൃദയശൂന്യതയോടുകൂടി ഒരാൾ കൊലപാതകം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമായ ഒരു കേസായി തന്നെ കാണേണ്ടതുണ്ട്. ഇതിൽ ഈ കൊലപാതകം നടത്തിയ ചെറുപ്പക്കാരനെ നാളിതുവരെ ന്യായീകരിക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. സ്വന്തം പിതാവിന് പോലും ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഭവം നടന്ന് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഈ അഫാൻ എന്ന തൻ്റെ മകൻ തന്നെ മാത്രമാണ് ആക്രമിച്ചത് എന്ന് വിശ്വസിച്ചിരുന്ന മാതാവ് ഷെമി കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കു പറ്റിയതെന്ന് പോലീസിനോട് പല ആവർത്തി പറഞ്ഞു. അതെല്ലാം മകനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാതാവിൻ്റെ മാതൃവാത്സല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടാൽ മതിയാകും. പക്ഷേ പിന്നീട് തൻ്റെ കുഞ്ഞുമകനെയും ഇയാൾ കൊലപ്പെടുത്തി തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയും
ഭർത്താവിൻ്റെ സഹോദരനെയും ഭാര്യയെയും ഒക്കെ ഇയാൾ കൊലപ്പെടുത്തി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഷെമി താൻ കട്ടിലിൽ നിന്നും വീണതല്ല, അഫാൻ തന്നെ ഉപദ്രവിച്ചതാണെന്ന് പോലീസിനോട് മൊഴി മാറ്റി പറഞ്ഞു തുടങ്ങി. കാരണം അവർക്കപ്പോഴാണ് ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമായതും ആ കൊലപാതക പരമ്പരയെക്കുറിച്ച് അവർ കൂടുതൽ ബോധവതിയായതും. ഇന്ന് 30 ദിവസങ്ങൾക്ക് ശേഷവും ഈ കേസ് ഇപ്പോഴും അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ അന്വേഷിക്കുന്ന ഒരു കേസാണിത്. ഒരു വീഴ്ചയുമില്ലാതെ കേരള പോലീസ് നടത്തുന്ന ഒരു അന്വേഷണമാണ് ഇത്. ഇതിൽ പോലീസിന് ഏറ്റവും സഹായകരമായ കാര്യം എന്ന് പറയുന്നത് അഫാൻ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പറഞ്ഞ ഈ കുറ്റങ്ങളാണ്. ചെയ്തു പോയതെല്ലാം അക്കമിട്ട് അഫാൻ തുടക്കം മുതലേ പറയുന്നു. അതിൽ അയാൾ ഒരു കലർപ്പും ചേർത്തിട്ടുമില്ല. 3 പോലീസ് സ്റ്റേഷനുകളിലായി കിടക്കുന്ന ഈ 3 കേസുകളും, 3 കേസെന്ന് പറഞ്ഞാൽ 3 പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഈ കൊലപാതക പരമ്പരകളുടെ ശരിയായ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാൻ ഉതകിയതും ഈ കൊലപാതകം നടത്തിയ വ്യക്തി നൽകുന്ന വളരെ വ്യക്തതയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളുടെ എല്ലാ തെളിവുകളും അതുപോലെ തന്നെ പോലീസിന് അയാൾ പറഞ്ഞു കൊടുക്കുകയും തെളിവുകൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഈ കൊലയ്ക്ക് ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങിയ കടകൾ, ഈ സ്വർണം പണയം വെച്ച ഷോപ്പ് ഉൾപ്പെടെ ഓരോ സമയവും ആ കൃത്യ സമയ വിവരണത്തോടു കൂടി തന്നെ അഫാൻ പോലീസിനോട് പറഞ്ഞു. അദ്ദേഹത്തിനെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഒന്നും യാതൊരു മുൻപ് പറഞ്ഞ മൊഴികളിൽ നിന്നും ഒരു വ്യത്യസ്തതയും ഇല്ലാതെ കൃത്യമായി ആ സ്ഥലങ്ങൾ അയാൾ കാണിച്ചു കൊടുക്കുകയും തൻ്റെ പിതാവിൻ്റെ സഹോദരനെയും ആ സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയതിനു ശേഷം ആ വീടിൻ്റെ കീയും ആ വീട്ടിൻ്റെ കാറിൻ്റെ കീയും വലിച്ചെറിഞ്ഞ സ്ഥലം പോലും കൃത്യമായും പോലീസിന് അയാൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിക്കു പറഞ്ഞാൽ പോലീസിനോട് പൂർണ്ണമായും സഹകരിച്ച ഒരു ക്രിമിനലാണ് അഫാൻ എന്ന് പറയാൻ കഴിയും. അഫാൻ്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങളെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ഒരു മർഡർ കേസിലെ പ്രതി പലപ്പോഴും പിന്നീട് രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പോലീസിനോട് തിരിച്ചും മറിച്ചും കാര്യങ്ങൾ അവതരിപ്പിക്കും എന്ന് വരാം. ഇല്ലെങ്കിൽ നാളിതുവരെയുള്ള ചരിത്രം അങ്ങനെയുള്ളതാണ്. പക്ഷേ അഫാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അതേപടി തന്നെ ഒരു ഡിറ്റോ എന്ന രൂപത്തിൽ പോലീസിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബാപ്പയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ കൊലപാതകത്തിൻ്റെ ഗ്രാവിറ്റിയെ ഒട്ടും കുറയ്ക്കുന്നതല്ല, മറിച്ച് നാളിതുവരെയുള്ള കേരളത്തിൻ്റെ ഒരു കുറ്റാരോപണ ഇല്ലെങ്കിൽ കുറ്റപരമായ ഒരു ഹിസ്റ്ററിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ഇതും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണെന്ന് പറയേണ്ടി വരും. 5 കൊലപാതകങ്ങൾ തുടർച്ചയായി നടത്തിയ ഒരു മകനും ആ കൊലപാതകങ്ങൾ തൻ്റെ നാട്ടിലില്ലാതിരുന്ന അയാളുടെ പിതാവും തമ്മിൽ ആദ്യമായി 1 മാസത്തിന് ശേഷം തമ്മിൽ കാണുകയാണ്. അതിൻ്റെ കൂടുതൽ വൈകാരികമായ കഥ ഇല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ഇല്ലെങ്കിൽ സംഭവിച്ചതെല്ലാം തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഈ ചാനൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക.